കൂട്ടുകാരെ, ഞാൻ കവിയാണ് കേട്ടോ. കവിയാണ് ഗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ്സാണ് സ്റ്റാർസീനിയ. അതുപോലെ തന്നെ നല്ല കെയറിങ്ങും ആവശ്യമുള്ള പ്ലാന്റ്സാണ് സ്റ്റാർസീനിയയുടെ 3 കളർ ഞാൻ വാങ്ങിച്ചു കേട്ടോ. 250 രൂപയായിരുന്നു, കോംബോ ഓഫറായിരുന്നു. അതിലൊരെണ്ണം എന്തായാലും നന്നായി തന്നെ ഉണങ്ങിപ്പോയി കേട്ടോ. ഇത് വാങ്ങിച്ചുകൊണ്ട് വന്നതിൻ്റെ പിറ്റേ ദിവസം തുടങ്ങി നല്ല മഴയായിരുന്നു. മഴ ഓവറായിട്ട് കൊണ്ടിട്ടാണ് എന്തോ അതെനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അതല്ല കേട്ടോ കാരണം, അത് ഞാൻ കാണിച്ചു തരാവേ എങ്ങനെയാണ് അത് ഉണങ്ങി പോകേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ. അപ്പോൾ ഞാൻ ഈ പ്ലാന്റ്സ് ഇടാനെടുത്ത പോട്ടി മിക്സ് എന്താണെന്ന് വെച്ചാൽ സൂഡോമോണസ് എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഇനി എന്തെങ്കിലും മണ്ണിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ. അതിൻ്റെ കൂടുതൽ കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് എല്ലുപൊടിയും കുറച്ച് വേപ്പിൻ പിണ്ണാക്കൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊന്നും ഇടേണ്ട ആവശ്യം ഉണ്ടായില്ല, കാരണം ഇത് പിടിക്കില്ല എന്നുള്ളത് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. എന്നാലും നട്ടപ്പോൾ ഞാനിതെല്ലാം കുറേശ്ശെ ഇട്ടു കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് നടേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്റ്റാർസീനിയ വാങ്ങുന്നത്. പലവരുടെയും വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ഫ്ലവർ ഉണ്ടായി നിൽക്കുന്നത്. അപ്പോൾ അന്ന് തുടങ്ങിയ ഒരു ആഗ്രഹമായിരുന്നു സ്റ്റാർസീനിയ വാങ്ങണമെന്ന്. പല ഓൺലൈൻകാരോടും ഞാൻ അന്വേഷിച്ചിട്ട് ഇത് സെൻസിറ്റീവായ ഒരു പ്ലാന്റ്സ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ കൊറിയർ ചെയ്ത് ഇവിടെ എത്തുമ്പോഴത്തേക്കിനും അത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് വാങ്ങാതിരുന്നത് കേട്ടോ. പക്ഷേ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു നഴ്സറിയിൽ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വാങ്ങിച്ചതാണ്. 250 രൂപയായിരുന്നു കേട്ടോ 3 പ്ലാന്റ്സിൻ്റെ റേറ്റ്. അപ്പോൾ ഞാൻ അവരുടെ വീട്ടിൽ പോയാണ് പ്ലാന്റ്സ് വാങ്ങിച്ചത്. ഏതൊരു പ്ലാന്റ്സും നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് 1-2 ദിവസത്തിന് ശേഷം തന്നെ നമ്മളത് റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ അത് അവിടെ തന്നെ ഇരുന്ന് നമ്മൾ എത്ര വെള്ളം ഒഴിച്ചാലും അത് ചീത്തയാനുള്ള ചാൻസ് ഉണ്ട്. ഈ സ്റ്റാർസീനിയയുടെ കാര്യത്തിൽ വളരെ സെൻസിറ്റീവായ പ്ലാന്റ്സ് ആയ കാരണം തന്നെ പെട്ടെന്ന് തന്നെ അത് നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ കമ്പ് പിടിച്ച് കിട്ടുമോ എന്നുള്ളത് പോലും എനിക്കറിയത്തില്ല. എന്തായാലും 2 ഓക്കെ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ബാക്കി ഒരെണ്ണം എന്തായാലും പോയത് മഞ്ഞയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. വാങ്ങിച്ചത് വെച്ചാൽ ഒരു ഓറഞ്ച് കളറ്, പിന്നെ ഒരു യെല്ലോ കളറ്, പിന്നെ ഒരു വൈറ്റ് കളർ, ഇങ്ങനെ 3 കളറാണ് കേട്ടോ വാങ്ങിച്ചത്. അതിൽ എനിക്ക് തോന്നണം പോയത് ഓറഞ്ച് കളറാണെന്ന് തോന്നണം. ഞാൻ ഓർക്കണില്ല. ഒന്നിൽ പൂവുണ്ടായിരുന്നില്ല, ഓരോ പൂവൊക്കെ ഉണ്ടായിരുന്നു. ഇത് കണ്ടോ, ഞാൻ ഈ പ്ലാന്റ്സ് പോകാനുണ്ടായ കാരണം എന്താണെന്നറിയോ, ഇതിൻ്റെ അടി ഒടുങ്ങിയിരിക്കണമായിരുന്നു കേട്ടോ. അത് ഞാൻ അവർ തന്നപ്പോൾ ശ്രദ്ധിച്ചില്ല. ഇപ്പം ഞാനിത് നടാനെടുത്തപ്പോഴാണ് ഞാനത് കണ്ടത്. അതിങ്ങനെ വട്ടം കീറിയിരിക്കണമായിരുന്നു. അതുകൊണ്ടാണ് അത് എത്ര വെള്ളം ഒഴിച്ചിട്ട് അത് ഉണങ്ങിപ്പോയത്. എന്നാലും ഞാൻ അതിനെയും നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനും കിളുത്താലോ എന്ന് വിചാരിച്ചിട്ട്. അത് കിളുക്കാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടാണ് അത് കുഴിച്ച് വെച്ചേക്കണത്. എന്ന് വെച്ചാൽ 250 രൂപയല്ലേ 3 പ്ലാന്റ്സിന് നമ്മൾ കൊടുത്തത്, അങ്ങനെ കളയാൻ പറ്റും. പക്ഷേ എനിക്ക് ഇന്നുവരെയായിട്ട് ഇങ്ങനെ ഞങ്ങൾ നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചിട്ട് എനിക്ക് ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. ഇതെന്താണെന്ന് അറിഞ്ഞുകൂടാ. അവർ തന്നപ്പം തന്നെ അതിൻ്റെ ആ ഒരു ഇത് ഒടുങ്ങിയിരിക്കണമായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ അത് പോകാനുള്ള കാരണവും. എന്തായാലും ഞാനത് കുഴിച്ച് വെച്ചിട്ടുണ്ട്. ചെടികളെയും പൂക്കളെയും ഇഷ്ടപ്പെടുന്നവർ എത്ര കിട്ടിയാലും പഠിക്കില്ല എന്ന് പറഞ്ഞാൽ, എവിടെ നിന്ന് ചെടി കണ്ടാലും അത് എങ്ങനെയൊക്കെ പോകുമെന്ന് പറഞ്ഞാലും നമ്മൾ വാങ്ങാതെ ഓൺലൈനാകട്ടെ എങ്ങനെയാവട്ടെ, നമുക്ക് അതിനോടുള്ള ഒരു പ്രാന്ത് കാരണം എവിടെ കണ്ടാലും വാങ്ങും. എനിക്കിതുപോലെ പല അബദ്ധങ്ങളും പറ്റാറുണ്ട് കേട്ടോ. ഓൺലൈനായിട്ട് വാങ്ങിച്ചും കുറേ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും സങ്കടങ്ങളും പരിഭവങ്ങളും ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.